നമ്മളിപ്പോൾ ഉള്ളതേ മസ്ജിദുൽ കിബിലത്തൈനി എന്ന് പറയും. എന്താ പേര്? മസ്ജിദുൽ കിബിലത്തൈനി. മസ്ജിദുൽ കിബിലത്തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് പള്ളി എന്നാണ് അർത്ഥം. രണ്ട് കിബില. എന്താണ്? രണ്ട് കിബില. അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 17 മാസക്കാലത്തോളം മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചു. മസ്ജിദുൽ അഖ്സ. അന്ന് മസ്ജിദുൽ അഖ്സൻ്റെ കിബില ഈ ഭാഗത്തേക്കായിരുന്നു. ഈ ഭാഗം ഇങ്ങനെയായിരുന്നു. ഈ ഭാഗത്തായിരുന്നു മസ്ജിദുൽ അഖ്സ. ഈ ഭാഗവും ഇങ്ങേ ഭാഗം ഏതായിരുന്നു? വിശുദ്ധമായ കഅബയായിരുന്നു. അങ്ങനെ മുത്ത് നബിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്ത്? വിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വല്ലാത്തൊരു കൊതിയായിരുന്നു, ആഗ്രഹമായിരുന്നു. അങ്ങനെ ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് നേരെ അങ്ങോട്ട് വരികയാണ്. മദീനയിലേക്ക് ഹിജറ വന്നു. ഇത് ചരിത്രം പറയുന്നുണ്ട് ഹിജറ 2-ാം വർഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹിജറ 2-ാം വർഷമാണ്. ഷഅബാൻ 15 അന്നാണ് ഈ ഒരു സംഭവം. അന്ന് മുത്തുനബിയെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മുൽ ബിഷർ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത്, ഈ മസ്ജിദുൽ കിബിലത്തിന് എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് താമസിച്ചിരുന്നൊരു ഉമ്മയായിരുന്നു. പിന്നെ പറയപ്പെടുന്നു അവർക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ആര് വന്നു? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? അവരെ കാണാൻ വേണ്ടി വന്ന സമയത്ത് നല്ലൊരു വിരുന്ന് ഒരുക്കി കൊടുത്തു. ആര്? ആ ഉമ്മ. ഉമ്മുൽ ബിഷർ എന്ന് പറയുന്ന ഉമ്മ ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. അന്ന് അവർ താമസിച്ചിരുന്ന വീടാണ് ഇപ്പോൾ വൃതന്താക്കിയത് ഒരു പള്ളിയായിട്ട് നിർമ്മിച്ചപ്പോൾ ഇവിടെ കണ്ടോ മസ്ജിദുൽ കിബിലത്തൈനി. ഇതാണ് മസ്ജിദുൽ കിബിലത്തൈനി എന്ന് പറയുന്ന അതിമനോഹരമായ പള്ളി. അപ്പം രണ്ട് കിബില എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബ് വീട്ടിൽ നിന്ന് രോഗിയെ സന്ദർശിച്ചൊക്കെ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്തു? ളുഹർ ബാങ്ക് കൊടുത്തു. ളുഹർ ബാങ്ക് കൊടുത്തു. ളുഹർ ബാങ്ക് കൊടുത്ത സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ ഹബീബ് എവിടെ കയറി? ഈ പള്ളിയിൽ കയറി ളുഹർ നിസ്കരിക്കുകയാണ്. ബാക്കിൽ ആരുണ്ട്? മുത്തുനബിൻ്റെ സ്വഹാബത്തുണ്ട്. അപ്പോൾ ഹിജറ 2-ാം വർഷം ഷഅബാൻ 15 അന്നാണ് ഈ ഒരു സംഭവം. അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബ് ളുഹർ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു മുത്തുനബി 17 മാസക്കാലത്തോളം മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് കേട്ടോ. അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബിന് ഒരു വഹി വരികയാണ്. ഒരു ആയത്ത് വന്നു. ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിട്ടുണ്ട്, അങ്ങയുടെ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. എന്താണ് ആഗ്രഹം? ശുദ്ധമായ കഅബയിലേക്ക് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അങ്ങോട്ട് തിരിയണം. ശുദ്ധമായ കഅബയിലേക്ക് തിരിയണം കേട്ടോ. അത് 3-ാമത്തെ റക്അത്തിലാണ്. മുത്തുനബി തങ്ങൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നിൽക്കുന്ന മുത്തുനബി നേരെ 3-ാമത്തെ റക്അത്ത് നേരെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ആ ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് മസ്ജിദുൽ കിബിലത്തൈനി എന്ന് പറയുന്ന ഈ ഒരു പള്ളി. അള്ളാഹു എല്ലാവർക്കും കൂടെ വരാനും ഇതൊക്കെ ഒന്ന് കാണാനും അള്ളാഹു ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം മുത്തുനബി തങ്ങൾ നിസ്കരിച്ച പള്ളിയാണേത്? മസ്ജിദുൽ കിബിലത്തൈനി എന്ന് പറയുന്ന പള്ളി. അപ്പം ആ ഒരു പണ്ടത്തെ അടയാളം, ആ കിബില ഇപ്പോഴും മാർക്ക് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം അത് നമുക്ക് എന്ത് ചെയ്യുക? കാണിച്ചു തരാം. അള്ളാഹു എല്ലാവർക്കും ഇവിടെ വരാനും ഇതൊക്കെ ഒന്ന് കാണാനും ഇവിടെ വന്ന് നിസ്കരിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.